ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം നമുക്ക് ഞണ്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ട് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും വെള്ളവും ചേർത്ത് ഒരു 5 to 7 മിനിറ്റ്സ് നന്നായി വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഞണ്ടേ ഉള്ളായിരുന്നു ഇത്. അത് കാരണം ഞാൻ ഒരു 2 സവാള, മീഡിയം സൈസ് 2 സവാള നീളത്തിലരിഞ്ഞതും, പിന്നെ 8 അല്ലി വെളുത്തുള്ളിയും, 1 ഇഞ്ച് ഇഞ്ചിയും, 3 പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളിയും വേണം. എന്നിട്ട് വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റി എടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് അത് നന്നായി വാടി വരുമ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ആവശ്യത്തിന് ചേർക്കണം. ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്കിതിനകത്തോട്ട് തട്ടാവുന്നതാണ്. തട്ടി നമുക്കൊരു പിന്നെയും ഒരു 7 to 9 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ഞണ്ടും മസാലയും എല്ലാം അരപ്പും എല്ലാം നന്നായിട്ട് അതിനകത്ത് പിടിച്ചിരിക്കും. ഈ ഞണ്ട് റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ ഇത് പോകുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറയുന്നതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ട്. അത് ആദ്യമായതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.